SKN വളരെ ഉത്സവഛായയുള്ള അന്തരീക്ഷത്തിൽ കേരളത്തിൽ പുതുഭരണം അധികാരത്തിലേറിയിരിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറുകയും ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് ഈ സർക്കാർ നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വാഗ്ദാനങ്ങൾ വാരിക്കോരിയാണ് UDF നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് തുടക്കം കുറിക്കുകയാണ്, നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ് എന്ന നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 2 കാര്യങ്ങളിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ സ്ത്രീകളുടെ KSRTC സൗജന്യ യാത്ര സംബന്ധിച്ചും മറ്റൊന്ന് വയോജന വകുപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇനിയും 4 വാഗ്ദാനങ്ങൾ കൂടി നടപ്പാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ രേവന്ത് റെഡ്ഡി അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് ആദ്യ മന്ത്രിസഭാ യോഗം ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്നായിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞിരുന്നത് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്നായിരുന്നു. പക്ഷേ മന്ത്രിസഭാ യോഗം ഇതാ ആശാ വർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അംഗൻവാടി വർക്കർമാർക്കുള്ള അവരുടെ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ വർധനവ് വരുത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ഇൻസെൻറ്റീവ് 1000 രൂപ വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നു. അത്തരം തീരുമാനങ്ങളൊക്കെ ഈ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്നുകൊണ്ട് തീരുമാനിക്കുന്നതിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം അത് തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ആ നിലയിൽ സംസ്ഥാനത്തെ ധനസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഹാഷ്മിയും ഗോപിയും അസിതയും ഒക്കെ പറഞ്ഞതുപോലെ തുടക്കമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മധുവിധു കാലമാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച്. അത് കഴിയുമ്പോഴാണ് അത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണോ പോകുന്നത്, അതോ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചില തീരുമാനങ്ങളിലേക്കാണോ എന്നതൊക്കെ സംബന്ധിച്ച് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.